ഹലോ, ഇന്ന് നമ്മൾ പ്രൊപ്പഗേഷൻ സീരീസിൻ്റെ സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ നമ്മൾ CC പ്ലാന്റിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക. ബിഗോണിയ പ്ലാന്റ് നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു ഫോളേജ് പ്ലാന്റ് ആയിട്ടും വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റാണ്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ് ഇതിൽ ഉണ്ടാവുക. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ മുട്ടുകൾ കാണാനായിട്ടും നല്ല ഭംഗിയാണ്. നല്ല വൈറ്റ് കളറായിട്ടുള്ള മുട്ടുകളായിരിക്കും ഉണ്ടാവുക. പിന്നെ ഫോളേജ് പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന പറയുകയാണെങ്കിൽ നല്ല കളർഫുള്ളായിട്ട് ലീവ്സ് ആയിരിക്കും. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ലീവ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ബിഗോണി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. നമുക്ക് ലീഫിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു ലീഫ് നമ്മൾ എടുക്കുക. ലീഫ് എടുക്കുമ്പോൾ ഇതുപോലെ ഒരു തണ്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. എന്താ വെച്ചാൽ തണ്ടിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും പുതിയ ലീവ്സ് ഇങ്ങനെ മുളച്ച് വരുന്നുണ്ടാവുക. ഇതുപോലെ ഒരു കുഴി എടുക്കുക. കുഴി എടുത്തതിന് ശേഷം ഈ ലീഫ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണേ. വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ മണ്ണിട്ട് കൊടുക്കുക. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ മെയിനായിട്ടും മണ്ണിട്ട് കൊടുക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തു നിന്നാണ് പുതിയ ലീഫുകളിനെ മുളച്ച് വരുന്നുണ്ടാവുക. ആ ലീഫിൻ്റെ ബാക്കിയുള്ള ഭാഗം അല്ലെങ്കിലും ആ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ചെടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതേപോലെ ഞാൻ നട്ടിട്ട് പുതിയ ലീവ്സ് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ബിഗോണിയ. ഞാനിവിടെ ഒരു ലീഫ് നട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 3 ആഴ്ച ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അടിയിൽ റൂട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഡയറക്റ്റായിട്ട് കാണിച്ചു തരാം. അതിങ്ങനെ വലിക്കുമ്പോൾ അതിൻ്റെ അടിയിലത്തെ റൂട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് പുതിയ ലീവ്സിന് ഇതിൽ നിന്ന് വരുന്നതായിരിക്കും. അതിൽ നോക്കണമെങ്കിൽ കാണാൻ പറ്റും ആ തണ്ടിൽ നിന്നാണ് പുതിയ റൂട്ടുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലീഫ് എടുക്കുന്ന സമയത്ത് ആ തണ്ട് ഉറപ്പായിട്ടും നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഗുഡ് റിസൾട്ട് കിട്ടുള്ളൂ. ഞാനെപ്പോൾ ലീഫിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാന്നുണ്ടെങ്കിലും ആ ഒരു തണ്ടോട് കൂടിയിട്ടാണ് ഞാനെടുത്ത് മണ്ണിൽ കുഴിച്ചിടുന്നത്. ബിഗോണിയ പ്ലാന്റ്സ് ലീഫിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതലായിട്ടും നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പ്ലാന്റ്സിൻ്റെ ഇലയ്ക്ക് എന്തെങ്കിലും ഡാമേജ് വരാണെങ്കിൽ തന്നെ ഞാൻ ആ ഇല ഞാൻ വേസ്റ്റ് ചെയ്യില്ല. ഞാനതെടുത്തിട്ട് വേറെ ചട്ടിയിൽ കുഴിച്ചിടും. അങ്ങനെയാണ് ഞാൻ കൂടുതൽ ബിഗോണിയ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത്. ബിഗോണിയ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അടുത്തൊരു മെത്തേഡ് സ്റ്റെമ്മിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലൊരു സ്റ്റെം എടുക്കുക. എന്നിട്ട് നമ്മൾ അത് ഇതുപോലെ ഇങ്ങനെ നുള്ളി എടുക്കുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഇതേപോലെ നമ്മൾ എടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ നേരെ ഡയറക്റ്റായിട്ട് നമ്മൾ കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പ്ലാന്റ് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ലീഫിൽ നിന്നുള്ള പ്രൊപ്പഗേഷനാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു പ്ലാന്റേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ലീഫിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇതിൽ എത്ര ലീഫുണ്ട് അത്രയും പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു തണ്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇത് 2 നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അറ്റ് എ ടൈം കൂടുതൽ പ്ലാന്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ലീഫിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുമായിരിക്കും നല്ലത്. നമ്മൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു മാത്രം. എന്നാലും നമുക്ക് ഗുഡ് റിസൾട്ട് കിട്ടും. ഈ പ്ലാന്റിൽ നിന്ന് നന്നായിട്ട് റൂട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്